മലപ്പുറം ജില്ലയിൽ 4 സീറ്റാണ് UDF കോൺഗ്രസിന് കൊടുക്കുന്നത്, 16 സീറ്റിൽ. ആ 4 സീറ്റിൽ ആകെ ഒരൊറ്റ MLA ഉള്ളത്. ആ MLA ആരാ നിങ്ങൾക്കറിയാലോ? വണ്ടൂരിൽ നിന്നുള്ള AP അനിൽകുമാറാണ്. AP അനിൽകുമാറിനെ സംബന്ധിച്ച് ഇവിടെ മറ്റൊരു MLA വരുന്നതിൽ ഒരു താല്പര്യമില്ല, നമ്പർ 1. നമ്പർ 2, AP അനിൽകുമാറിനെ എനിക്ക് സീറ്റ് നൽകിയിൽ കിട്ടിയില്ലെങ്കിൽ വണ്ടൂരിൽ നിന്നെ ഞാൻ തോൽപ്പിക്കും എന്ന തിട്ടൂരം ഷൗക്കത്തിൻ്റെ വകയുണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇവിടുത്തെ ഞാൻ ഈ പറയാത്ത പൊളിറ്റിക്സാണ് ഈ പറയുന്നത്. അപ്പം ആ ഒരു ഘട്ടത്തിൽ അനിൽകുമാറിൻ്റെ കൂടി പ്രേരണയിലാണ് ഇവിടെ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഈ മണ്ഡലത്തിൽ ഇനിയൊരു ജില്ലയിൽ ഒരു MLA ഉണ്ടാകാതിരിക്കാനുള്ള ആവശ്യക്കാരനായ AP അനിൽകുമാറിൻ്റെ വലിയൊരു വിഭാഗം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തിനെതിരെ വോട്ട് പിടിക്കുന്നുണ്ട്. അവരുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. ഞാൻ തുറന്നു പറയാം. ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ, നമുക്കറിയാലോ, തങ്ങളുടെ വിഷയത്തിൽ ശിഹാബ് തങ്ങൾക്കെതിരെ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇവിടെ റീലായി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു വ്യക്തി ഇവിടെ ജോയ് DCC പ്രസിഡന്റ് ആയതിനു ശേഷം UDF സംവിധാനം സംഘർഷഭരിതമായിരുന്നു. ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു സമാധാനമുണ്ടായി, ഒരു ഐക്യത്തിലേക്ക് UDF എത്തി. ജില്ലയിൽ നല്ല രീതിയിൽ UDFന്റെ പ്രവർത്തനം നടക്കുക. അതിലേക്ക് ഷൗക്കത്ത് ഇനിയൊരു MLA കൂടിയായി വരുമ്പോൾ ഇതുവരെ അണഞ്ഞു പോയ തീയിൽ പെട്രോൾ ഒഴിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്ന ചർച്ച, അത് PV അൻവറിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല കേട്ടോ. ഇത് മനസ്സിലാക്കുന്ന സാധാരണക്കാരായ ലീഗ് പ്രവർത്തകരുടെ സ്റ്റേറ്റ്മെന്റാണ്. ഇപ്പൊ ജോയ് ഇഷ്യൂവിൽ തന്നെ സ്വാഭാവികമായും UDFിലൊരു തീരുമാനമുണ്ട് എന്നാണ് ഞാൻ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറഞ്ഞത്. ആ തീരുമാനം എന്തായിരുന്നു? ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ ലീഗ് നിശ്ചയിക്കും, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിശ്ചയിക്കും, ജോസഫ് സാറിൻ്റെ സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസ് ജോസഫ് തീരുമാനിക്കും. അതിൽ പരസ്പരം ഇടപെടാനോ പറ്റില്ല എന്ന് പറയാനോ ഉള്ള മുമ്പൊക്കെ അങ്ങനെ തർക്കങ്ങളുണ്ടായിരുന്നു. പാടില്ല എന്ന തീരുമാനമാണ്. അപ്പോൾ ജോയുടെ വിഷയം വന്ന സമയത്ത് ഞാൻ ഈ കാര്യം UDF നേതൃത്വത്തിലെ ഘടകകക്ഷികളിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചാൽ പറയാം, അല്ലാതെ ഞങ്ങൾക്ക് കയറി പറയാൻ പറ്റില്ല, അത് ഞങ്ങളൊരു പൊതു തീരുമാനമാണ്. അങ്ങനെ ആ തരത്തിലൊരു അഭിപ്രായ സ്വരൂപണം നടത്തിയപ്പോൾ ലീഗിൻ്റെ കൃത്യമായ കണക്കും കാര്യങ്ങളും അവിടെ ബോധ്യപ്പെടുത്തിയതാണ്.